ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന സർവേകളിൽ ഏറെക്കുറെ ആധികാരികമെന്ന് പറയാവുന്ന ഒന്നാണ് മാതൃഭൂമി കോർ സർവേയായി പുറത്തു വന്നിരിക്കുന്നത്. ജോയിൻ്റ് സ്റ്റോറി തുടങ്ങുമ്പോൾ വളരെ ടൈറ്റ് മത്സരമായിരിക്കും, അതിൽ MLA-മാരുടെ പ്രകടനം ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കും എന്ന് പറഞ്ഞത് വളരെ കൃത്യമായിരുന്നു. നിലവിൽ ഭരണമാറ്റം എന്നത് ഉറപ്പിക്കപ്പെട്ട ഒരു കാര്യമല്ല. ഒരു നല്ല സ്ഥാനാർത്ഥി നിരയും നല്ല ഒരു സംഘടനാ പ്രവർത്തനവും കുറെ കൂടെ കെട്ടുറപ്പുള്ളൊരു മുന്നണിയായിട്ട് പ്രവർത്തിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ UDF-ന് വേണമെങ്കിൽ ഇത് കൺവേർട്ട് ചെയ്തെടുക്കാം. BJP എന്നത് പതിവ് പോലെ ചിത്രത്തിലില്ലാത്ത ഒരു പാർട്ടി തന്നെയാണ്. കഴിഞ്ഞ ഡിസംബറിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ അത് UDF-ൻ്റെ വലിയ വിജയമാണ് കാണിച്ചത്. ആ വിജയത്തിൻ്റെ തുടർച്ചയിൽ ഈ വിജയം അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് നൽകുന്ന സൂചന എന്താണ് എന്ന് ജോയിൻ്റ് സ്റ്റോറി പരിശോധിച്ചിരുന്നു. അന്ന് ജോയിൻ്റ് സ്റ്റോറി പറഞ്ഞത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നേടിയ വലിയ വിജയത്തിൻ്റെ തുടർച്ച ആയിക്കൊള്ളണമെന്നില്ല അസംബ്ലി തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളതായിരുന്നു. വളരെ ടൈറ്റായിട്ടുള്ള ഒരു മത്സരത്തിൻ്റെ സാധ്യത കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് അന്ന് ജോയിൻ്റ് സ്റ്റോറി സൂചിപ്പിച്ചിരുന്നു. ഏതാണ്ട് ആ നിലയ്ക്കാണ് ഇപ്പോൾ പുറത്തു വരുന്ന സർവേ ഫലങ്ങളൊക്കെ സൂചന നൽകുന്നത്. ഏറ്റവും ഒടുവിൽ മാതൃഭൂമിയുടേതാണ് വലിയ സർവേയായി, കുറെ കൂടെ ആധികാരികതയുള്ള സർവേയായി പുറത്തേക്ക് വന്നിരിക്കുന്നത്. 28,432 സാമ്പിളുകൾ പരിശോധിച്ചതിന് ശേഷം മാതൃഭൂമി എന്താണോ ജോയിൻ്റ് സ്റ്റോറി അന്ന് പറഞ്ഞത്, വളരെ ടൈറ്റായിട്ടുള്ളൊരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായൊരു സൂചന മാതൃഭൂമിയുടെ സർവേ പ്രവചിക്കുന്നു. ഇതൊരു പ്രവചനം മാത്രമാണ്. സർവേകളുടെ ആധികാരികതയെക്കുറിച്ചുള്ള സംശയങ്ങൾ അവിടെ നിൽക്കെ തന്നെയാണ് ഈ പ്രവചനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. വളരെ ശക്തമായൊരു മത്സരമുണ്ട് എന്ന് മാതൃഭൂമി സൂചിപ്പിക്കുന്നു. ഒരു പക്ഷേ ഒരു ഭരണ തുടർച്ചയിലേക്ക് പോലും മാതൃഭൂമിയുടെ സർവേ വിരൽ ചൂണ്ടുന്നുണ്ട്. ഇതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ബഷീറിന് എന്താ തോന്നുന്നത്? വളരെ വലിയ സാമ്പിൾ സൈസാണ് മാതൃഭൂമിയുടെ സർവേ. അതുകൊണ്ട് തന്നെ ഈ സർവേക്ക് കുറെ കൂടെ ഒരു ആധികാരികതയുടെ ബലമുണ്ട് എന്ന് തോന്നാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർവേകളൊന്നും കൃത്യതയുള്ളതായിക്കൊള്ളണമെന്നില്ല. പല എക്സിറ്റ് പോളുകൾ തെറ്റായി പോയ കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട്. പല ഒപ്പീനിയൻ പോളുകളും പലകുറി തെറ്റിപ്പോയ കാഴ്ചകൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ സാമ്പിൾ സൈസ് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലവും. ബഷീറിന് എന്താ തോന്നുന്നത്? ഒന്ന്, ഇതുവരെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന സർവേകളിൽ ഏറെക്കുറെ ആധികാരികമെന്ന് പറയാവുന്ന ഒന്നാണ് മാതൃഭൂമി കോർ സർവേയായി പുറത്തു വന്നിരിക്കുന്നത്. 28,400-ലധികം സാമ്പിൾ ഉണ്ട്. അതോടൊപ്പം തന്നെ 10 ദിവസം നീണ്ടു നിന്ന ഒരു സർവേ ആയിരുന്നു ഇത്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ഫലം അത് UDF-ന് വളരെ കൃത്യമായ മേൽക്കൈ നൽകുന്ന ഫലമായിരുന്നു. മിക്കവാറും എല്ലാ ലെയറിലും എല്ലാ തലങ്ങളിലും അത് UDF-ന് അനുകൂലമായ ജനവിധിയായി. ഗ്രാമപഞ്ചായത്തിൽ, ബ്ലോക്ക് പഞ്ചായത്തിലും എല്ലായിടങ്ങളിലും അങ്ങനെയായി. പക്ഷേ കേരള വേവ് ഉണ്ടായ മാതിരിയാണ് നമുക്ക് ഫീൽ ചെയ്തത്. അതെ. അതോടൊപ്പം തന്നെ BJP-ക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ ഏറ്റവും ഉയർന്ന വോട്ട് ഷെയർ ആയിരുന്നു. 14.7% വോട്ട് ഷെയർ ഉണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭരണമാറ്റം സംഭവിക്കാൻ പോവുകയാണ് കേരളത്തിൽ. LDF ഭരണത്തിനെതിരെ ഒരു സ്വീപ്പ്, ഒരു വലിയ ആൻറ്റി ഇൻകംബൻറ്റ് ഫീലുണ്ട് എന്ന നിഗമനത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകരിൽ ഭൂരിപക്ഷം ആളുകളും അതോടൊപ്പം തന്നെ UDF-ൻ്റെ സംവിധാനവും എത്തിപ്പെട്ടത്. ഭരണമാറ്റം സംഭവിക്കുന്നു എന്ന മട്ടിലുള്ള പ്രചാരണവും പ്രവർത്തനങ്ങളുമാണ് UDF-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ആ ഘട്ടത്തിൽ പോലും ഭരണമാറ്റം എന്നത് നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്കും കേരളത്തിൻ്റെ മനസ്സ് പ്രവർത്തിക്കുന്നത് വേറെ വേറെ മോഡിലാണ് എന്നത് മനസ്സിലാക്കാതെയുള്ളൊരു പ്രവചനമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളാണ് എന്നായിരുന്നു നമ്മളന്ന് പറഞ്ഞത്. ഏറ്റവും അടിസ്ഥാനപരമായി MLA-മാർക്ക് അവരവരുടെ മണ്ഡലങ്ങളിലുള്ള ഗ്രിപ്പ് അല്ലെങ്കിൽ അവരുടെ ജനസ്വാധീനം ഇത് മുന്നിൽ നിർത്തിക്കൊണ്ട് വേണമെങ്കിൽ ഒരു ഭരണ തുടർച്ചയോ വളരെ ടൈറ്റായ ഒരു മത്സരമോ LDF-ന് പ്രതീക്ഷിക്കാം എന്നതായിരുന്നു അന്നത്തെ നമ്മളുടെ ഒരു നിഗമനവും കാഴ്ചപ്പാടും. മാതൃഭൂമിയുടെ സർവേ പുറത്തേക്ക് വരുമ്പോൾ ഏതാണ്ട് അതുതന്നെയാണ് ഈ സർവേയിലുള്ളത്. 28,000-ഓളം പേർ എന്നത് വലിയൊരു സാമ്പിൾ സൈസാണ്. 66 മുതൽ 77 വരെ സീറ്റുകൾ LDF-നും, UDF-ന് 62 മുതൽ 73 വരെ സീറ്റും, BJP-ക്ക് 0 മുതൽ 2 വരെ സീറ്റും എന്നതാണ്. ഏറെക്കുറെ കൺവിൻസിംഗ് ആയ മറ്റെല്ലാ ഫാക്ടേഴ്സും കൺവിൻസിംഗ് ആയ ലെവലിലാണ് ഈ സർവേയിൽ വന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ ജനമനസ്സറിയാൻ അഭിമുഖീകരിക്കേണ്ട ഒട്ടേറെ ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട് എന്നതാണ്. ഇതിലെല്ലാം ലോജിക്കലായ കൺവിൻസിംഗ് ആയ
റിസൾട്ടാണ് വന്നിരിക്കുന്നത് എന്നതും ഏതാണ്ട് 31 സീറ്റ് LDFിൽ നിന്ന് UDF പിടിച്ചെടുക്കും എന്ന് സർവേയുടെ ഫലമായി മാതൃഭൂമി പറയുന്നുണ്ട്. എന്നാൽ എടുത്തെഴുതിയ അല്ലെങ്കിൽ അങ്ങനെ വായിച്ചെടുക്കാവുന്ന മണ്ഡലങ്ങളിൽ 22 സീറ്റ് പിടിച്ചെടുക്കും. ഏതാണ്ട് 10ഓളം സീറ്റുകൾ വളരെ ടൈറ്റായ മത്സരം നടക്കും, വളരെ വലിയ മത്സരം നടക്കും എന്ന കണക്കാണുള്ളത്. ഇത് വെച്ച് നോക്കും. അതോടൊപ്പം തന്നെ MLAമാർക്ക് അതത് മണ്ഡലങ്ങളുടെ ജനസ്വാധീനം അളക്കാൻ MLAമാരുടെ മാർക്ക് ആവശ്യപ്പെട്ടിരുന്നു. ആ മാർക്ക് LDF MLAമാർക്ക് വലിയ തോതിലുള്ള ജനപിന്തുണയുണ്ട് അവരുടെ മണ്ഡലങ്ങളിൽ. കൂടുതൽ LDF MLAമാർക്കാണ് മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ മനസ്സിൽ സ്വാധീനമുള്ളത് എന്ന ഒരു കാര്യം കൂടി ഈ സർവേ പുറത്തേക്ക് തരുന്നുണ്ട്. ഇതെല്ലാം കൂടി വെച്ച് നമുക്ക് പറയാവുന്നത് 2011 ഞാനിത് പറയുമ്പോൾ 2011 CNN, IBN, CSDS സംയുക്തമായൊരു സർവേ നടത്തിയിരുന്നു. കേരളത്തിലത് മലയാള മനോരമയാണ് അന്ന് അത് ടെലികാസ്റ്റ് ചെയ്തിരുന്നത്. ആ സർവേയിൽ ഏതാണ്ട് സമാനമായിരുന്നു. അന്നത്തെ ഭരണമാറ്റത്തിൽ 65 മുതൽ 75 വരെ സീറ്റ് LDFിനും അത് തന്നെ ഏതാണ്ട് അത്ര തന്നെ ഇത് UDFിനുമുള്ള ഈക്വലായിട്ടുള്ള ഒരു പ്രവചനം ആയിരുന്നു. അന്ന് VS സർക്കാരിന് ഭരണ തുടർച്ച ഉണ്ടാകും എന്ന ഒരു ധ്വനി വരും എന്നതുകൊണ്ട് മനോരമ ആ സർവേയിലെ ചില ഭാഗങ്ങൾ പബ്ലിഷ് ചെയ്തില്ല. അങ്ങനെ ഒരു വിവാദവും ആ സർവേയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എനിവേ ആ തരത്തിലുള്ള ഒരു ഫലമാണ് ഈ സർവേ കാണിക്കുന്നത്. 70നും 80നും ഇടയിൽ സീറ്റോട് കൂടിയായിരിക്കും ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും ഭരണം കിട്ടാൻ പോകുന്നത് എന്ന സൂചനയാണ് ഇത് അന്തിമമായി നൽകുന്നത്. നിലവിൽ ഭരണമാറ്റം എന്നത് ഉറപ്പിക്കപ്പെട്ട ഒരു കാര്യമല്ല എന്നും ഈ സർവേ വെളിപ്പെടുത്തുന്നുണ്ട്. ഇത് പറയുമ്പോഴേ ഇതൊരു വലിയ സർവേയാണ്. ഏതാണ്ട് ഇത്രയും വലിപ്പമില്ല, ഇത്രയും മണ്ഡലങ്ങൾ കവർ ചെയ്യുന്നില്ല എങ്കിൽ പോലും മനോരമയും കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ചില സാമ്പിളുകൾ എടുത്തുകൊണ്ടുള്ള പ്രഡിക്ഷൻസ് അവർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഭരണ നിലവാരം അല്ലെങ്കിൽ ഭരണത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം, ഈ ഭരണം തുടരണമോ വേണ്ടയോ എന്നുള്ള അഭിപ്രായം, അതുപോലെ മുഖ്യമന്ത്രിയുടെ പ്രകടനം, ഇതൊക്കെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രകടനം, ഇതൊക്കെ അളക്കുന്നുണ്ടായിരുന്നു. അതിലും ഏതാണ്ട് സമാനമായൊരു ട്രെൻഡ് അതിലുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിൽ ഭരണമാറ്റം വേണം എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ പോലും ഭരണം തുടരണം എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളുടെ എണ്ണം ഏതാണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു 40 മുതൽ 44% വരെയായി നിലനിൽക്കുന്നുണ്ട്. അതായത് ഭരണത്തിനെതിരായൊരു വികാരമുണ്ട് എന്ന് മനോരമയുടെ സർവേയിൽ പോലും കാണാൻ സാധിക്കുന്നില്ല. അതിനെ കുറേ കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് മാതൃഭൂമിയുടെ സർവേ എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ ബഷീർ നേരത്തെ സംസാരിച്ചപ്പോൾ ഈ MLAമാരുടെ പ്രകടനത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. പൊതുവിൽ കേരളത്തിലെ MLAമാരുടെ പ്രകടനം അത് ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും താരതമ്യേന ഭേദപ്പെട്ട പ്രകടനമാണ് ഏതാണ്ട് എല്ലാ MLAമാരും കാഴ്ചവെക്കുന്നതെന്ന് നമുക്ക് പറയാം. വളരെ ചുരുക്കം MLAമാരേ ഉള്ളൂ വളരെ മോശം പ്രകടനം എന്ന് ഈ സർവേയിൽ പോലും കണ്ടെത്തുന്നത്. അങ്ങനെ ആയിരിക്കെ ഈ MLAമാരുടെ പ്രകടനത്തിന് മാതൃഭൂമിയുടെ സർവേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ജനങ്ങൾ MLAമാരുടെ പ്രകടനം നോക്കി വോട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഏതാണ്ട് 9%-ലധികം 9-നും 10-നും ശതമാനത്തിനിടയിൽ ആളുകൾ ഞങ്ങൾ MLAമാരുടെ പ്രവർത്തനത്തെ മതിക്കുന്നുണ്ട്, അവരുടെ പ്രകടനം വിലയിരുത്തി ഞങ്ങൾ വോട്ട് ചെയ്യും എന്ന് അഭിപ്രായപ്പെടുന്നു. സ്വാധീനിക്കുന്ന പ്രശ്നങ്ങളിൽ അതിനൊപ്പം സ്വാധീനിക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാനിടയുള്ള പ്രശ്നമായിട്ട് ജനങ്ങൾ കാണുന്നത് വികസന പ്രശ്നമാണ്. ഏതാണ്ട് 36-നും 37-നും ഇടയിൽ ശതമാനം ആളുകൾ വികസനം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്ന് അല്ലെങ്കിൽ അതിനെ ആധാരമാക്കിയായിരിക്കും ഞങ്ങൾ തീരുമാനമെടുക്കുക എന്ന് പറയുന്നുണ്ട്. ഈ രണ്ട് ഫാക്ടേഴ്സ് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 45%. അതായത് മൊത്തം വോട്ടർമാർ തീരുമാനമെടുക്കുന്ന 100 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ 45 പേർ തീരുമാനമെടുക്കുക വികസനം മുൻനിർത്തിയും മണ്ഡലത്തിലെ MLAമാരുടെ പെർഫോമൻസ് മുൻനിർത്തിയുമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ അത് LDFിന് ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നുണ്ട് എന്നാണ് ഈ സർവേയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ LDF ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന അതായത് വികസനത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നയിക്കുക എന്ന് പറയുന്നത് നേരത്തെ മുതൽ തന്നെ അവർ ആലോചിച്ചിരുന്നു. പക്ഷേ ഇടക്കാലത്ത് മറ്റു പല പ്രശ്നങ്ങളിൽപ്പെട്ട് അവരുടെ ഫോക്കസ് മാറിപ്പോയിരുന്നു. അത് നമ്മളൊരു ഡിസ്കഷനിൽ പറഞ്ഞതുമാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും അവർ വികസന അജണ്ടയിലേക്ക് തിരിച്ചു വരുന്നു. സംസ്ഥാനത്തെമ്പാടും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വലിയ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ നടന്നു വരുന്നു. ആ ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു, മന്ത്രിമാർ പങ്കെടുക്കുന്നു, MLAമാർ പങ്കെടുക്കുന്നു. ജനപങ്കാളിത്തം ഉണ്ടാക്കാൻ LDF വലിയ തോതിൽ ശ്രമിക്കുന്നു. അതിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കോറിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സർവേ ഫലം
ഏതാണ്ട് ഒരു ഭരണ തുടർച്ചയാണ് പ്രവചിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ ഭരണത്തിലിരിക്കുന്ന 10 വർഷമായിട്ട് ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ പ്രകടനം വിലയിരുത്തി ഒരു സർവേ റിസൾട്ട് വരുമ്പോൾ 66 മുതൽ 77 വരെ സീറ്റ് LDF തന്നെയാണ് പറയുന്നത്. ഭരണമാറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും UDF പറയുന്നത് 62 മുതൽ 73 വരെ സീറ്റുകൾ മാത്രമാണ്. അപ്പോൾ ഭരണമാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്ന കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയ UDF ഈ സർവേ നൽകുന്നത് 62 മുതൽ 73 സീറ്റുകൾ വരെയാണ്. അതൊരു പ്രൊജക്ഷനിൽ പോലും മുൻപന്തിയിൽ LDF നിൽക്കുന്നു എന്നൊരു കാഴ്ച. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, MLA-മാരുടെ പ്രകടനം എങ്ങനെ സ്വാധീനിക്കും. രണ്ട്, പൊതുവെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന വിഷയങ്ങൾ എന്തെല്ലാമാണ്. ഇതിൽ MLA-മാരുടേത് 70 മാർക്കിന് മേലെ കിട്ടിയ ഏതാണ്ട് 40ഓളം MLA-മാരുണ്ട്. ഈ 40ഓളം MLA-മാരുടെ കണക്കെടുത്താൽ അതിൽ LDF MLA-മാർക്കാണ് മഹാഭൂരിപക്ഷം. 50-ന് മേലെ മാർക്ക് കിട്ടിയ MLA-മാരുടെ കണക്കെടുത്താലും LDF MLA-മാർക്കാണ്. ഒന്ന്, LDF MLA-മാർ നിയമസഭയിൽ കൂടുതലുണ്ട് എന്നതുണ്ട്. എന്നാൽ ആ പ്രൊപ്പോർഷനും മേലെ LDF-ൻ്റെ MLA-മാർക്ക് ആണ് മാർക്ക് കൂടുതലുള്ളത്. ജനങ്ങളുടെ മനസ്സിൽ സ്വാധീനമുള്ള MLA-മാർ LDF പക്ഷത്തുള്ളവരാണ് എന്ന ഒരു കണക്ക് ഈ സർവേ പുറത്തുവിടുന്നുണ്ട്. അതോടൊപ്പം രാജീവ് ഇവിടെ പറഞ്ഞ ഈ സ്വാധീനിക്കുന്ന വിഷയങ്ങൾ എന്നത് 36.13% ആളുകൾ വികസനമാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നു. മാറ്റം ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് പേരിന് വേണ്ടി ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവർ 16.78%. അതായത് ഒരു മാറ്റത്തിന് വേണ്ടിയായിരിക്കും ഞങ്ങൾ വോട്ട്, ഒരു ചേഞ്ച് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നവർ 16.7%. രാഷ്ട്രീയം, 2 മുന്നണികളുടെ അല്ലെങ്കിൽ 3 മുന്നണികളുടെയും രാഷ്ട്രീയം വെച്ച് ആണ് ഞങ്ങൾ വോട്ട് ചെയ്യുക എന്ന് പറയുന്നവർ 13.54% മാത്രമാണ്. അഴിമതി ഒരു വിഷയമാണ്, അഴിമതിയാണ് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് അതൊരു നോക്കേണ്ട പോയിൻ്റാണ്. 10.18% മാത്രമാണ് അഴിമതി ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമാണ് എന്ന് പറയുന്നുള്ളൂ. വിലക്കയറ്റം പ്രശ്നമാണ് എന്ന് പറയുന്നവർ 6.56% മാത്രമാണ്. അതിലേറ്റവും രസകരമായ 2 3 കണക്കുകൾ അതിന് പിന്നിലുണ്ട്. ഒന്ന്, ശബരിമല പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ എന്ന ചോദ്യത്തിൽ ശബരിമല പ്രശ്നം സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവായി ബാധിക്കുന്നത് LDF-നെയാണ് എന്ന് പറയുന്ന ആളുകളാണ് കൂടുതൽ. എന്നാൽ ശബരിമല പ്രശ്നം സ്വാധീനിക്കുമോ നിങ്ങളുടെ വോട്ടിനെ എന്ന ചോദ്യത്തിന് 3.16% ആളുകൾ മാത്രമേ അങ്ങനെ സ്വാധീനിക്കും എന്ന് പറയുന്നുള്ളൂ. രണ്ടാമത്തെ മറ്റൊന്ന് തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ 2.93% ആളുകൾ മാത്രമാണ് തൊഴിലില്ലായ്മ ഒരു പ്രശ്നമാണ് എന്ന് പറയുന്നത്. എൻ്റെ ജാതി പരിഗണന വെച്ചാണ് ഞാൻ വോട്ട് ചെയ്യുക. ജാതി പരിഗണന, സ്ഥാനാർത്ഥികളുടെയോ മുന്നണിയുടെയോ ജാതി എന്നത് അല്ലെങ്കിൽ മതം എന്നതൊരു പ്രശ്നമാണ് എന്ന് പറയുന്നത് 1% താഴെ ആളുകൾ മാത്രമാണ്. അതോടൊപ്പം വളരെ രസകരമായൊരു ചോദ്യം ഇതിലുണ്ട്. ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, വെൽഫെയർ പാർട്ടി, ഈ ബാന്ധവം നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുമോ എന്ന് ആ ചോദ്യത്തിന് 100-ൽ ഒരാൾ പോലും സ്വാധീനിക്കുമെന്ന് മറുപടി പറഞ്ഞിട്ടില്ല. 0.15, ഏതാണ്ട് 600-ൽ ഒരാൾ മാത്രമാണ് ഞങ്ങളുടെ വോട്ടിനെ ഈ കാര്യം സ്വാധീനിക്കും എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ വിഷയങ്ങൾ ഏതാണ് എന്ന കാര്യത്തിൽ ഇത്രയും വലിയൊരു സാമ്പിൾ സൈസ് വെച്ച് നടക്കുന്ന ഒരു സർവേയിൽ തെളിയുന്നത് വികസനം ഒന്നാമത്തെ പ്രശ്നം എന്നാണ്, മാറ്റം രണ്ടാമത്തെ പ്രശ്നം, രാഷ്ട്രീയം മൂന്നാമത്തെ പ്രശ്നം, അഴിമതി ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങൾ ശരിക്കും വളരെ കുറഞ്ഞ പരിഗണന മാത്രമേ ജനങ്ങൾ അതിന് നൽകുന്നുള്ളൂ. അല്ല, ഇത് വളരെ ലോജിക്കലാണ്. ഇതിൽ ചില കാര്യങ്ങളൊക്കെ വളരെ ലോജിക്കലാണ്. 1-2 കാര്യങ്ങളിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടായേക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ലോജിക്കലാണെന്ന് പറയുമ്പോൾ വികസനം എന്ന് പറയുന്നത് പുതിയൊരു കാലത്ത് ഒരു 10-20 കൊല്ലം മുമ്പത്തെ കാഴ്ചപ്പാടല്ല പുതിയ സമൂഹത്തിനുള്ളത്. അവർക്ക് ലോകത്തെക്കുറിച്ച് പുതിയ ധാരണകളുണ്ട്, പുതിയ സംവിധാനങ്ങൾ വരുന്നതിനെക്കുറിച്ച് അവർക്കറിയാം, ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതിനെക്കുറിച്ച് അവർക്ക് വ്യാകുലതകളുണ്ട്. അതുപോലെ ഭാവിയെ കരുതി ജീവിക്കല്ല, പ്രസൻറ്റ് ലൈഫിൽ ജീവിക്കുക എന്ന ചിന്താഗതി വർദ്ധിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വികസനം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുപോലെ അഴിമതി വളരെ കുറഞ്ഞ ശതമാനം ആളുകൾ മാത്രമേ അത് സ്വാധീനിക്കുന്നുള്ളൂ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞൊരു 10 വർഷത്തിനിടെ വളരെ ക്രെഡിബിളായിട്ടുള്ള ഒരു അഴിമതി ആരോപണം ഉന്നയിച്ച് അത് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. അഴിമതി എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളുടെ മുമ്പിലേക്ക് വന്നിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മളുടെ മുമ്പിലേക്ക് വന്നിരുന്നു. പക്ഷേ അതൊന്നും
ഒരു സർക്കാരിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്താൻ അഴിമതി മുങ്ങി നിൽക്കുന്ന ഒരു സർക്കാരാണ് എന്ന മട്ടിൽ അവരെ കാണാൻ പാകത്തിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിക്കുന്നില്ല എന്നൊരു ഘടകം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതുപോലെ ജാതി മതം എന്നുള്ളത് ഞാനതിനെ ആ 1% ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സർവേയിൽ 28,000 ചിലപ്പോൾ വെളിപ്പെടുത്താത്തായിരിക്കും. ആളുകൾക്ക് പറയാൻ മടിയുണ്ടാവും, ഞാനിത് പരിഗണിച്ചായിരിക്കും വോട്ട് ചെയ്യുക എന്ന് പറയാൻ മടിയുണ്ടാവും. ഞാൻ വിചാരിക്കുന്നത് ഡെഫിനറ്റ്ലി അതൊരു പരിഗണനാ വിഷയമാകും വോട്ട് ചെയ്യുമ്പോൾ എന്നാണ്. ഞങ്ങളുടെ വിഭാഗത്തെ മതിയായ വിധത്തിൽ ഈ മുന്നണികൾ പരിഗണിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങളെ പരിഗണിക്കുന്നുണ്ടോ എന്നൊരു പരിശോധന ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകളും നടത്തും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ഞാൻ വേണ്ട രീതിയിൽ എന്താ പറയുക, അത് ഞാൻ വിശ്വാസത്തിലെടുക്കുന്നില്ല. അതുപോലെ ശബരിമലയുടെ കാര്യത്തിലും എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. ശബരിമല ഒരു പക്ഷേ ഒരു വിഷയമായേക്കാം. ഈ പറയുന്ന 3% അല്ലെങ്കിൽ 4% നിൽക്കണമെന്നില്ല. അത് കുറെ കൂടെ വലിയ അർത്ഥത്തിലേക്ക് അത് വന്നേക്കാം എന്നൊരു തോന്നൽ എനിക്കുണ്ട്. പക്ഷേ ഇപ്പോൾ ഓഫ് ലേറ്റ് ശബരിമല ആരും വലിയ തോതിൽ ഉന്നയിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പോൾ സ്വർണ്ണക്കൊള്ള എന്നിടയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഗ്രാവിറ്റിയിലേക്ക് അത് എത്തുന്നില്ല. അതുപോലെ ശബരിമലയിലെ ഈ പ്രായപരിധിയില്ലാത്ത സ്ത്രീകളുടെ പ്രവേശം സംബന്ധിച്ചുള്ള നിലപാട് ദേവസ്വം ബോർഡ് മാറ്റിയത് ഒക്കെ അത് ഇതിന് ശേഷമാണെന്ന് തോന്നുന്നു, ഈ സർവേ കാലഘട്ടത്തിന് ശേഷമാണെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിൽ പോലും ആ ഒരു സൂചനയുണ്ടായിരുന്നു. അതൊക്കെ ഒരു പക്ഷേ ഈ സർവേയെ സ്വാധീനിച്ചിട്ടുണ്ടാവാം എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഗതികളെക്കുറിച്ചുള്ള ചോദ്യത്തിന് 0.15% അത് പരിഗണിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ആ സംഘടനയുടെ ഒരു എന്താ പറയുക സ്വാധീനം അത്രയേ ഉള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അത്രേ ആ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുള്ളൂ. അതിലപ്പുറം ഒരു പക്ഷേ ആ സംഘടന പോലും അവകാശപ്പെടുന്നുണ്ടാവില്ല ഞങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന്. പക്ഷേ അവർ ആ ഇടതുപക്ഷം അതിനെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വോളിയം വെച്ച് നോക്കുമ്പോൾ അതൊരു കേരളത്തിൻ്റെ പൊതു ചർച്ചയിൽ വരേണ്ടതായിരുന്നു. പക്ഷേ ഇടതുപക്ഷം നിരന്തരമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തുടങ്ങി കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും തുടർന്ന് വളരെ കണ്ടിന്യൂസ് ആയിട്ട് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് LDF നേതാക്കൾ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. ആ വിമർശനം ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ അറ്റാക്ക് ചെയ്യുന്ന വിധത്തിലേക്ക് CPM നേതൃത്വം മാറുന്നു എന്നുള്ളൊരു വലിയ എന്താ പറയുക വലിയ വിമർശനമായി ഉയർന്നു വരികയും ചെയ്തിരുന്നു. എന്നിട്ട് പോലും 0.15% ആളുകൾ മാത്രമാണ് അത് പരിഗണിക്കുന്നത്. അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ സാമ്പിൾ സൈസ് എടുക്കുമ്പോൾ മലബാറിൽ മാത്രമായിരിക്കും ചിലപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള ഒരു പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു ഇംപ്രിൻ്റ് ഉണ്ടായിട്ടുണ്ടാവുക. തെക്കോട്ട് ചിലപ്പോൾ ആ ഇംപ്രിൻ്റ് ഉണ്ടായിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ടോട്ടാലിറ്റിയിലാണ് ഈ 0.15% എന്നെനിക്ക് തോന്നുന്നു. സത്യം പറഞ്ഞാൽ അത് കൺവിൻസിങ് ആയിട്ടുള്ള ഒരു മറുപടി ആയിട്ടാണ് എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന മട്ടിലുള്ള സർവേയുടെ ക്വസ്റ്റ്യനിൽ വളരെ വലിയ ഒരു തരം തിന്നസ്, വളരെ നേരിയ വ്യത്യാസം മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് VD സതീശൻ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഈ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടും സുകുമാരൻ നായരുമായി ബന്ധപ്പെട്ടുള്ള ആ സംസാരത്തിന് ശേഷം സതീശൻ ഉയർത്തിക്കൊണ്ടുവന്നൊരു ഗ്രാഫ് ഈ സർവേയിൽ പ്രതിഫലിക്കുന്നില്ല. മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് 3 തരത്തിൽ ഉള്ള ചോദ്യങ്ങളാണ്. അതായത് UDFൻ്റെ ഒരു ലിസ്റ്റും LDFൻ്റെ ഒരു ലിസ്റ്റും BJPയുടെ ഒരു ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. അതിൽ LDFൻ്റെ ലിസ്റ്റിൽ പിണറായി വിജയൻ 27.85%, ശൈലജ ടീച്ചർ 12.11%, ഗോവിന്ദൻ മാസ്റ്റർ 0.39%. UDFൻ്റെ ലിസ്റ്റിൽ VD സതീശൻ 27.77%. അതായത് പിണറായി വിജയനും VD സതീശനും തമ്മിൽ VD സതീശൻ 0.1% പിറകിൽ നിൽക്കുകയാണ്. അത്രയും തിന്നായിട്ടാണ്. ചെന്നിത്തല ഏതാണ്ട് ശൈലജ ടീച്ചർക്ക് കിട്ടുന്ന അതേ പരിഗണന, ചെന്നിത്തല 12.06%. KC വേണുഗോപാൽ ഗോവിന്ദൻ മാസ്റ്റർക്ക് കിട്ടുന്ന അതേ പരിഗണനയാണ്, 0.82%. ഇതിൽ രസകരമായൊരു കണക്ക്, സ്വാഭാവികമായും BJP അനുകൂലികളായിരിക്കുമല്ലോ രാജീവ് ചന്ദ്രശേഖരനും മറ്റും വോട്ട് ചെയ്തിട്ടുണ്ടാവുക. ആ കണക്ക് രാജീവ് ചന്ദ്രശേഖരൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ 5.81%, സുരേന്ദ്രൻ 1.54%, V മുരളീധരൻ 0.94%. ഇത് ഒന്നിച്ചെടുത്താൽ BJPയുടെ ഒന്നിച്ചുള്ള മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള വോട്ടിൻ്റെ കണക്കെടുത്താൽ പോലും അവർക്ക് കിട്ടിയ 14.7 എന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെയോ അല്ലെങ്കിൽ പൊതുവായി അവർക്കുണ്ട് എന്ന് കൽപ്പിക്കപ്പെടുന്ന 15% വോട്ടിൻ്റെയോ പകുതി പോലും വരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നത്തിന് വോട്ട് ചെയ്യേണ്ടതില്ല എന്ന് അവർ തീരുമാനിച്ചിട്ട്. അത് മാത്രമല്ല, എനിക്ക് അതിൽ കൗതുകരമായി തോന്നിയത്
ഇപ്പോൾ എന്തിനാണ് ആ ലിസ്റ്റിൽ MV ഗോവിന്ദനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവർ ലിസ്റ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. 3 പേർ എന്ന് പറഞ്ഞപ്പോൾ മൂന്നാമൻ എന്നുള്ള നിലയിൽ ഉൾപ്പെടുത്തിയതാവണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു സെനാരിയോ ഇല്ല. കാരണം MV ഗോവിന്ദൻ എന്തായാലും മത്സരിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സെനാരിയോ ഇല്ല. അപ്പോൾ പിന്നെ ബാക്കി 2 പേർ പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ട്. ആരാണ് ലീഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ആർക്കാണ് ലീഡർഷിപ്പിന് സാധ്യതയുള്ളത്, അത് ജനം ഇതിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ജനം ഇത് വളരെ കൃത്യമായിട്ട് അതായത് 4 പേരാണ്: പിണറായി വിജയൻ, VD സതീശൻ, ശൈലജ ടീച്ചർ, രമേശ് ചെന്നിത്തല. ഈ 4 പേർക്ക് മാത്രമേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനം ഏതെങ്കിലും തരത്തിലുള്ള പരിഗണന കൊടുക്കുന്നുള്ളൂ. ബാക്കി ആർക്കുമില്ല. അതാണ് അതിൻ്റെ വോട്ടിൻ്റെ കണക്ക് അങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്. ബാക്കി ആളുകൾക്ക് ആഗ്രഹിക്കാം, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ജനം ഞങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കാം. പക്ഷേ ജനം ഇപ്പോൾ തൽക്കാലം അവരെ ആരെയും ആ സിനാരിയോയിൽ കാണുന്നില്ല. ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ കാര്യം പലകുറി ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്യാനുള്ളൊരു സാധ്യത നേരത്തെ മുതൽ ഇങ്ങനെ അഭ്യൂഹങ്ങളായിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം MP ആയിരിക്കെ തന്നെ നിയമസഭയിലേക്ക് മത്സരിച്ചേക്കാം എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ ഈ വാർത്തകളൊക്കെ ഒരുപക്ഷെ ഈ സർവേയിൽ പങ്കെടുക്കുന്ന ആളുകൾ മിക്കവാറും അവർ കൃത്യമായ രാഷ്ട്രീയം ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കും ഭൂരിഭാഗം ആളുകളും. അവരിതൊക്കെ അറിഞ്ഞിട്ടും ഉണ്ടാവും. പക്ഷേ എന്നിട്ട് പോലും അവർ ആ പരിഗണന കൊടുക്കുന്നില്ല. കാരണം വെച്ചാൽ ഈ സീനിൽ അവർ ഇവരെ ആരെയും കാണുന്നില്ല. ആകെ 4 പേർക്ക് മാത്രമാണ്. അതിൽ തന്നെ VD സതീശൻ, പിണറായി വിജയൻ എന്ന നേരിട്ടുള്ള ഒരു കമ്പാരിസൺ ഉണ്ട്. അതിൽ 50.08% സതീശനും 49.22 എന്നത് 2 പേരെ മാത്രം വെച്ചുള്ള, അതാണല്ലോ ഏറ്റവും ലോജിക്കലായിട്ടുള്ള, ആ 2 പേരെ മാത്രം വെച്ചുള്ള കമ്പാരിസണിൽ ചെറിയ 1% താഴെയുള്ള മേധാവിത്വം സതീശനുണ്ട്. അത് വളരെ വളരെ ലോജിക്കലാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിലേക്ക് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു മൈലേജ് ഉണ്ട്. പിന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിനൊരു വളരെ പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺ ആയിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എടുത്ത സ്റ്റാൻഡ് വളരെ ആരെയും എന്താ പറയുക, ഒരു UDF കൂട്ടത്തിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലൊരു സ്റ്റാൻഡ് സതീശൻ എടുക്കുകയും അതിൽ സതീശൻ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ വിജയിച്ച് നിൽക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ഓർഗനൈസേഷണൽ കപ്പാസിറ്റി നമ്മൾ കണ്ടു. അതിൻ്റെ കൂടെ ഫലമായിട്ടായിരിക്കും ഒരുപക്ഷെ സതീശന് ആ ചെറിയ എഡ്ജ് ഇപ്പോൾ നിലനിർത്താൻ സാധിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട ഘടകം, നമ്മളിപ്പോൾ ഈ MLA-മാരുടെ പ്രകടനത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അത് മാർക്കിട്ടിട്ടാണ് പറയുന്നത്. നമ്മൾ ഇത്തരം സർവേ ഒന്നും കൂടാതെ തന്നെ നമ്മളുടെ ഒരു നോളജ് വെച്ചുകൊണ്ട് നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില MLA-മാരുടെ കാര്യമൊക്കെ നമ്മൾ ഒരു എപ്പിസോഡിൽ സംസാരിക്കുകയും പിന്നെ അത് ഏകപക്ഷീയമായി പോകും എന്നുള്ള തോന്നലുകൊണ്ട് നമ്മളത് ഒഴിവാക്കി കളയുകയും ചെയ്തത്. ഇന്നിപ്പോൾ ആ സർവേ റിസൾട്ട് വരുമ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ ഏതാണ്ട് MLA-മാരെല്ലാം ആ സർവേ റിസൾട്ടിൽ ഹയസ്റ്റ് റാങ്കിൽ നിൽക്കുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ജോയിൻ്റ് സ്റ്റോറി തുടങ്ങുമ്പോൾ വളരെ ടൈറ്റ് മത്സരമായിരിക്കും, അതിൽ MLA-മാരുടെ പ്രകടനം ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കും എന്ന് പറഞ്ഞത് വളരെ കൃത്യമായിരുന്നു. ഈ MLA-മാരുടെ രസകരമായ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, LDF MLA-മാർക്കാണ് മാർക്ക് കൂടുതൽ. LDF MLA-മാർക്ക് മാർക്ക് കൂടുതൽ വേറെ ഒരു കാരണമുണ്ട് ബഷീർ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭരണത്തിൻ്റെ ഒരു ആനുകൂല്യം പക്ഷേ ഇംപ്ലിമെന്റ് ചെയ്യാൻ കിട്ടും. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതോടൊപ്പം രസകരമായൊരു കാര്യം, മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകർക്ക് മുഴുവൻ വലിയ മാർക്കാണ്. അതെ, നമ്മൾ ഏതാണ്ട് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ സമയമായി എന്ന് നമ്മൾ കരുതുന്ന ആളുകൾക്കെല്ലാം വലിയ മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ PJ ജോസഫിന് 80 മാർക്കുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണന് വലിയ മാർക്കുണ്ട്, രമേശ് ചെന്നിത്തലക്കുണ്ട്, VD സതീശനും പിണറായിക്കാണ് ഏറ്റവും ഉയർന്ന മാർക്കുള്ളത്. അതേസമയം വളരെ നന്നായി പ്രവർത്തിച്ചു വരുന്ന മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന യുവ MLA-മാർക്കും ഏതാണ്ട് 70-ന് നേരെ മാർക്കുണ്ട്. അപ്പോൾ അത് രസകരമായ ചില ഈ ഒരു പോയിന്റ് വെച്ച് നോക്കുമ്പോൾ രസകരമായ ചില കണക്കുകൾ. അല്ല, രസകരമായ എനിക്ക് കൗതുകം തോന്നിയൊരു കാര്യം, അത് ബഷീർ അതിൻ്റെ കണക്കെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എലത്തൂർ മണ്ഡലം, മറ്റേ വനം മന്ത്രി ശശീന്ദ്രൻ്റെ എലത്തൂർ മണ്ഡലം, MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കൗതുകം എനിക്കുണ്ടായിരുന്നു. അത് നോക്കുമ്പോൾ അത്യാവശ്യം ഭേദപ്പെട്ട, വലിയ മാർക്കല്ല ഞാൻ പറയുന്നത്, ഭേദപ്പെട്ട ഒരു പ്രകടനം അദ്ദേഹം പോലും മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ആ റിസൾട്ടിൽ കാണുന്നത്. എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. ബഷീർ പറഞ്ഞത് ശരിയാണ്. പ്രായം കൂടുതലുള്ള ആളുകൾ ഏതാണ്ട് അവരുടെ രാഷ്ട്രീയ പ്രവർത്തന അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ മുഴുവൻ മണ്ഡലത്തിൽ അവരുടെ ഒരു പെർഫോമൻസ് വെച്ച് ജനങ്ങൾ വലിയ മാർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു മണിക്കൊക്കെ വലിയ മാർക്കാണ്. മണിയുടെ അസുഖത്തെക്കുറിച്ച് ഒക്കെ ചർച്ച നടക്കുന്നൊരു സമയമാണ്. അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്നൊക്കെ പറയുമ്പോൾ മണിക്ക് മണ്ഡലത്തിൽ കിട്ടുന്ന വലിയ മാർക്കാണ്. പാർട്ടി തിരിച്ച് ഒരു കണക്കെടുത്താൽ മുസ്ലിം ലീഗ് MLA-മാർക്കും വലിയ നല്ല മാർക്കുണ്ട്. വേങ്ങരയിൽ PK കുഞ്ഞാലിക്കുട്ടിക്ക് നല്ല മാർക്കുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്
മുന്നണി രാഷ്ട്രീയമുണ്ട്, മുസ്ലിം ലീഗ് രാഷ്ട്രീയമുണ്ട്, ഇതൊക്കെ കൈകാര്യം ചെയ്യണം. ഒരു പക്ഷേ മണ്ഡലത്തിൽ വേണ്ട രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകാനിടയുള്ളൊരു നേതാവാണ്. അതുപോലെ ഷംസുദ്ദീൻ, നജീബ് കാന്തപുരം, ടി വി ഇബ്രാഹിം ഇങ്ങനെയുള്ള യുവ മുസ്ലിം ലീഗ് MLA മാർക്കും മറ്റ് പ്രതിപക്ഷത്തെ മറ്റ് പാർട്ടിയുമായി കമ്പയർ ചെയ്യുമ്പം ഉയർന്ന മാർക്കാണുള്ളത്. അങ്ങനെ പല രസകരമായ ചില കണക്കുകൾ ഇതുവഴി പുറത്തേക്ക് വരുന്നുണ്ട്. അല്ല, ഈ കണക്കുകളുടെയൊക്കെ ആധികാരികത സംബന്ധിച്ചുള്ള സംശയം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ മണ്ഡലത്തിലെ ചെറിയൊരു സാമ്പിളിൻ്റെ റിഫ്ലക്ഷൻ മാത്രമാണ് ഈ കണക്കുകളിലൊക്കെ ഉള്ളത്. പക്ഷേ അതിൻ്റെ ഒരു ലോജിക്ക് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ അന്ന് സംസാരിച്ച പല മണ്ഡലങ്ങളും, ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല, ആ മണ്ഡലങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മൾക്ക് കിട്ടിയ ഫീഡ്ബാക്കൊക്കെ കറക്റ്റായിരുന്നു എന്നാണ് ഈ സർവേയിൽ ഇതിൽ LDFന് പേടിപ്പെടുത്തേണ്ട 2-3 കണക്കുകളുണ്ട്. ഒന്ന്, പിണറായി വിജയൻ ഒന്നാം സർക്കാരിന് 80.52% ജനപിന്തുണ. മീൻസ് ഇപ്പോൾ ഈ കാലത്ത് നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴാണ് അത് 80.52% ആളുകൾ പിണറായി വിജയൻ സർക്കാർ ഒന്നാം സർക്കാരിന് അനുകൂലിച്ച് നിൽക്കുമ്പോൾ 19.48% ആളുകൾ മാത്രമാണ് ആ താരതമ്യത്തിലാണ്. അതായത് ഒന്നാം സർക്കാരും രണ്ടാം സർക്കാരും തമ്മിലുള്ള താരതമ്യം മാർക്കിൽ. ഓക്കെ മനസ്സിലായി എനിക്ക്. അതായത് ഇതിൽ രണ്ടിൽ ഏതാണ് മെച്ചം എന്ന ചോദ്യത്തിന് 80.52% പേർ ഒന്നാം സർക്കാരിനെയും 19.48% പേർ ഈ സർക്കാരിനെയും പിന്തുണക്കുന്നു. അത് ഒരു നെഗറ്റീവായ കാര്യമാണ്. ഈ സർക്കാരിനല്ല, പിണറായി വിജയൻ്റെ ആദ്യ സർക്കാരിൻ്റെ കാലത്ത് ഉള്ള പ്രവർത്തനങ്ങളെയോ ആ സർക്കാരിനെയോ ആണ് ജനം കൂടുതൽ ഗൗനിക്കുന്നത്. അത് പക്ഷേ അതിൽ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. കാരണം വെച്ചാൽ ആ സർക്കാരിൻ്റെ കാലത്താണ് കേരളം, നമ്മൾ പലവട്ടം ഡിസ്കസ് ചെയ്ത പോലെ, കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പല കെടുതികൾ നമ്മൾ കാണുന്നത്. 2 പ്രളയം, നിപ്പ, കോവിഡ്, ഇതൊക്കെ കാണുന്ന ആ സർക്കാരിൻ്റെ കാലത്താണ്. അതിനെ അതിജീവിക്കാനും അതിനോട് പ്രതികരിക്കാനും സർക്കാർ മെക്കാനിസം കാണിച്ച ഒരു ബ്രില്യൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു മികവുണ്ടല്ലോ. അതിനെ മുന്നിൽ നിന്ന് നയിക്കാൻ മുഖ്യമന്ത്രി കാണിച്ച ഒരു ധൈര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതൊക്കെ കൂടെ കണക്കിലെടുത്തിട്ടായിരിക്കും സത്യം പറഞ്ഞാൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ വിലയിരുത്തപ്പെടുക. രണ്ടാം പിണറായി സർക്കാരിലേക്ക് വരുമ്പോൾ അത്തരം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, എപ്പോഴും ആദ്യത്തതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ രണ്ടാമത്തതിൻ്റെ പെർഫോമൻസിനെ സംബന്ധിച്ചുള്ള ഒരു സംശയം ജനങ്ങളുടെ ഇടയിൽ എന്തായാലും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ നെഗറ്റീവായി ചില കാര്യങ്ങൾ ഈ സർക്കാരിനെതിരെ ഉണ്ട് എന്ന് പറയുന്ന ഒന്ന്, മന്ത്രിമാരുടെ പെർഫോമൻസ്. ഗണേഷ് കുമാറിനും ശിവൻകുട്ടിക്കും മാത്രമേ യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള ജനപിന്തുണ, അല്ലെങ്കിൽ ജനങ്ങൾ നല്ല മന്ത്രിമാർ, ഏറ്റവും മികച്ച മന്ത്രിമാർ എന്ന് കാണുന്നത് കെ.ബി. ഗണേഷ് കുമാറിനെയും ശിവൻകുട്ടിയെയും മാത്രമാണ്. മുഹമ്മദ് റിയാസ്, വീണ ജോർജ്, രാജീവ് എന്നിവർക്ക് വളരെ താഴെ ആണ് മാർക്ക്. എന്നാലും 10% മാർക്കുണ്ട്. ബാക്കി ഒരു മന്ത്രിക്കും ശരാശരി മാർക്ക് പോലുമില്ല. വളരെ മോശം അഭിപ്രായമാണ് മറ്റു മന്ത്രിമാരെക്കുറിച്ച് യഥാർത്ഥത്തിലുള്ളത്. ഇതും ഈ സർക്കാരിനെതിരായി ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നത്. ഇവിടെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞോട്ടെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം മന്ത്രിമാരെ തിരഞ്ഞെടുത്തപ്പോഴും തലമുറ മാറ്റം എന്ന പേരിൽ പിണറായി വിജയൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത പരിഷ്കാരങ്ങൾ യഥാർത്ഥത്തിൽ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇപ്പോഴും എന്ന ഒരു വെളിപ്പെടുത്തലായി വേണമെങ്കിൽ ഇതിനെ കാണാം. അതായത് മന്ത്രിമാരിൽ ഭൂരിപക്ഷത്തിനും ജനങ്ങളെ താല്പര്യമില്ല. കഴിഞ്ഞ സർക്കാരും ഈ സർക്കാരും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം ജനങ്ങൾ കണക്കാക്കുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ തലമുറ മാറ്റം എന്നത് ഈ സർക്കാരിൻ്റെ ഗുഡ്വില്ലിനെതിരായി പ്രവർത്തിച്ചു എന്ന് കരുതേണ്ടി. ഇത് പറയുമ്പോഴേ, ഇപ്പോൾ നേരത്തെ ബഷീർ പറഞ്ഞ ഒന്നാം സർക്കാരും രണ്ടാം സർക്കാരും തമ്മിലുള്ള താരതമ്യത്തിലുണ്ടായ വലിയ മാറ്റം, അതായത് ഒന്നാം സർക്കാരിന് 80% എന്ന് പറയുമ്പോൾ രണ്ടാം സർക്കാരിന് ഏതാണ്ട് 19% മുകളിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ മന്ത്രിമാരുടെ പെർഫോമൻസ് സംബന്ധിച്ചുള്ള കണക്ക്, അതായത് 3-4 മന്ത്രിമാർക്ക് മാത്രമേ ജനം ഒരു ശരാശരി മാർക്കെങ്കിലും കൊടുക്കുന്നുള്ളൂ. 2 പേര് മാത്രമാണ് കുറച്ചുകൂടെ ഭേദപ്പെട്ടത്. അതും ഭേദപ്പെട്ടത് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു 30% താഴെ മാത്രമാണ് 2 മന്ത്രിമാർക്കുള്ള മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഭേദപ്പെട്ടത് എന്ന് മാത്രമേ പറയാനുള്ളൂ. UDF സംബന്ധിച്ച് ഈ സർവേ നോക്കുകയാണെങ്കിൽ അങ്ങനെ ആവണമെന്നില്ല. മികച്ച മന്ത്രി ആര് എന്ന ചോദ്യത്തിന് 34% കെ.ബി. ഗണേഷ് കുമാർ, 19% വി. ശിവൻകുട്ടി, അങ്ങനെ 100 പേര് അങ്ങനെയൊക്കെ മാർക്കാവും. ഞാൻ പറയുന്നത് അതല്ല. അതും ഈ 1-2 പിണറായി സർക്കാരുകൾ തമ്മിലുള്ള താരതമ്യവും UDFനെ സംബന്ധിച്ച് നമ്മൾ നോക്കി നോക്കുക. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഏതാണ്ട് 45 സീറ്റിൽ മാത്രം സാധ്യത ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 45 സീറ്റിൽ ഒതുങ്ങിപ്പോയ UDFന് 62 മുതൽ 73 വരെ സീറ്റിൽ ജയിക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് എന്ന് ഈ സർവേ പറയുന്നുണ്ട്. അതായത് ഒരു നല്ല സ്ഥാനാർത്ഥി നിരയും നല്ല ഒരു സംഘടനാ പ്രവർത്തനവും
കുറെ കൂടെ കെട്ടുറപ്പുള്ളൊരു മുന്നണിയായിട്ട് പ്രവർത്തിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ യു ഡി എഫിന് വേണമെങ്കിൽ ഇത് കൺവേർട്ട് ചെയ്തെടുക്കാം. ഈ 62-73 എന്നുള്ളത് ഒരു പക്ഷേ 73-ന് മുകളിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാനുള്ളൊരു സാഹചര്യം ഈ സർവേ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതും യു ഡി എഫിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സർവേ പറയുന്ന കണക്കനുസരിച്ച് അതിൻ്റെ മുഴുവൻ സർവേയുടെ റിസൾട്ടും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് 31 മണ്ഡലങ്ങൾ യു ഡി എഫിന് പിടിക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ 22 മണ്ഡലങ്ങളാണ് സ്പെസിഫിക്കായി പറയുന്നത്. കുന്നത്തുനാട്, പീരുമേട്, റാന്നി, അടൂർ, അരുവിക്കര, തിരുവനന്തപുരം, തവനൂർ, തൃശ്ശൂർ, കുന്നത്തൂർ, കോഴിക്കോട് സൗത്ത്, മണലൂർ, ചങ്ങനാശ്ശേരി, തിരുവല്ല, കോതമംഗലം, അമ്പലപ്പുഴ, കുട്ടനാട്, ചവറ, കൊല്ലം, നാദാപുരം, കണ്ണൂർ, കൊയിലാണ്ടി, അരൂർ, പിന്നെ കഴിഞ്ഞ തവണ അതായത് അൻവർ ജയിച്ച നിലമ്പൂർ, ഇപ്പോൾ അത് യു ഡി എഫിൻ്റെ കയ്യിൽ തന്നെയാണ്, ഉപതെരഞ്ഞെടുപ്പിലൂടെ യു ഡി എഫിൻ്റെ കയ്യിലേക്ക് നിലമ്പൂർ, ഈ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കും, യു ഡി എഫ് പിടിച്ചെടുക്കും എന്നാണ് പറയുന്നത്. അതോടൊപ്പം ഏറ്റവും ടൈറ്റായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ മഞ്ചേശ്വരം, അവിടെ യു ഡി എഫിനാണ് ചെറിയ മേൽക്കൈയുള്ളത്. ഇടുക്കി, നെയ്യാറ്റിൻകര, താനൂർ, പൂഞ്ഞാർ, കുന്നമംഗലം, തൃപ്പൂണിത്തുറ, ആറന്മുള, കാട്ടാക്കട, കുറ്റ്യാടി, തൃത്താല, നേമം മണ്ഡലം. നേമം മണ്ഡലത്തിൽ നേരത്തെ മഞ്ചേശ്വരത്ത് യു ഡി എഫിനാണ് എഡ്ജെങ്കിൽ നേമം മണ്ഡലത്തിൽ എൽ ഡി എഫിനാണ് നേരിയ എഡ്ജുള്ളത്. മഞ്ചേശ്വരത്ത് യു ഡി എഫിൻ്റെ എഡ്ജ് കളഞ്ഞ് വരികയാണെങ്കിൽ അവിടെ ബി ജെ പിയാണ് ഒന്നാം സ്ഥാനത്ത്. നേമത്തെ എൽ ഡി എഫിൻ്റെ മേൽക്കൈ തകർക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെയും ബി ജെ പിയാണ് ഒന്നാം സ്ഥാനത്ത്. ഇതാണ് 0 മുതൽ 2 വരെ ബി ജെ പിയുടെ കാര്യത്തിലേക്ക് ഞാൻ വരികയായിരുന്നു. ബി ജെ പി വലിയ പ്രതീക്ഷ ഈ തെരഞ്ഞെടുപ്പിൽ വെക്കുന്നുണ്ട്. പല അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ 5 സീറ്റ് വരെ അവർ ജയിക്കാനുള്ളൊരു സാഹചര്യം അവർ കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ സർവേയിൽ പക്ഷേ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ പാലക്കാട്, തൃശ്ശൂർ, അങ്ങനെയുള്ള കഴക്കൂട്ടം, ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിലൊന്നും ബി ജെ പിയുടെ സാധ്യതയെക്കുറിച്ച് ഒരു സൂചന പോലും ഇതിലില്ല. ബി ജെ പി ഈ സീറ്റുകളിലൊക്കെ 2ാം സ്ഥാനത്ത് വരുന്നുണ്ട് സർവേ ഫലം അനുസരിച്ച്. പക്ഷേ അതൊരു എന്താ പറയുക, വിജയിക്കാവുന്ന അവസ്ഥയിലേക്ക് മാറ്റാൻ പാകത്തിലേക്കുള്ളൊരു ജനപിന്തുണ ഈ മണ്ഡലങ്ങളിൽ ഒന്നിലും ബി ജെ പിക്ക് ഇല്ല എന്നാണ് ഈ സർവേ ഫലം പ്രവചിക്കുന്നത്. അതിൽ ഏറ്റവും കൗതുകരമായി തോന്നിയത് പാലക്കാടാണ്. പാലക്കാട് യു ഡി എഫ് തന്നെ ജയിക്കും എന്നാണ് ആ സർവേ റിപ്പോർട്ടിൽ അവർ പറയുന്നത്. അതായത് വളരെ നെഗറ്റീവായൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും പാലക്കാട് യു ഡി എഫിന് ഇപ്പോഴും വിജയിക്കാൻ പറ്റുന്നൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർവേ എന്നുള്ളത് ഇത്രയും സാമ്പിളുകളുടെ അഭിപ്രായം മാത്രമുള്ളൊരു സർവേയാണ്. സർവേ പൂർണ്ണമായും ശരിയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയിലേക്ക് പോകുകയേ വേണ്ട. അല്ല, ഇതിലൊരു പ്രൊജക്ഷൻ മാത്രമാണ്. ഇതിനെ ഇങ്ങനെ കാണേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2001 ശേഷം നിയമസഭയിലേക്ക് കേരളം വളരെ കൺവിൻസിംഗ് ആയി യു ഡി എഫിനെ വിജയിപ്പിച്ചിട്ടില്ല. 2011 അവരുടെ വിജയം നേരിയ വോട്ട് വ്യത്യാസത്തിനും നേരിയ വോട്ട് ഷെയറിനും മാത്രമായിരുന്നു. ചെറിയൊരു സ്വിംഗ് ഉണ്ടാവുകയാണെങ്കിൽ ചെറിയ ഒരു 5 സീറ്റിൻ്റെ വ്യത്യാസം മാത്രമാണ് കേരളത്തിൽ ഉണ്ടാവാറ്. യഥാർത്ഥത്തിൽ ഒരു മുന്നണിയെ ഒരു ഹൃദയത്തിലേറ്റിക്കൊണ്ടുള്ള ഒരു വോട്ട് ഒരു മുന്നണിക്ക് വേണ്ടി കേരളം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 100 സീറ്റിനടുത്ത് 98, 99, 100 ഇതാണ് ആ സീറ്റിൻ്റെ കണക്ക്. അങ്ങോട്ടല്ല കാര്യങ്ങൾ പോകുന്നത്. കൃത്യമായ യു ഡി എഫിന് അനുകൂലമായൊരു സ്വീപ്പ് ഇല്ല എന്ന് തന്നെയാണ് ഈ കാര്യം ഈ സർവേ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ 2011 സൂചിപ്പിച്ചുകൊണ്ട് 2011 എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വോട്ട് വ്യത്യാസം ഏതാണ്ട് 1% ഒരല്പം മുകളിൽ മാത്രമായിരുന്നു. അതിന് മാത്രമായിരുന്നു യു ഡി എഫ് മുന്നിൽ നിന്നിരുന്നത്. ഇപ്പോൾ ഈ സർവേ റിസൾട്ടിൽ 1.27% വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് ഇരു മുന്നണികളും തമ്മിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ പ്രവചിക്കപ്പെടുന്നത്. അതും ഒരു പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കീനായിട്ടുള്ള, വളരെ ടൈറ്റായിട്ടുള്ള ഒരു കോൺടെസ്റ്റിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചന. ഒരു ഫൈനൽ ചോദ്യം കൂടിയുണ്ട്. എൽ ഡി എഫിൻ്റെ ഒരു ഘടകകക്ഷിയുടെ നേതാവിന് മാനേജ്മെൻറ്റിൽ സ്വാധീനമുള്ള ഒരു പത്രമാണ് മാതൃഭൂമി. ആ പശ്ചാത്തലത്തിലോ മറ്റേതെങ്കിലും ഒരു പശ്ചാത്തലത്തിലോ എൽ ഡി എഫിൻ്റെ വിജയം ഉറപ്പിക്കാൻ മുൻകൂട്ടി തയ്യാറാക്കിയ മാനിപ്പുലേറ്റഡ് ആയൊരു സർവേ ആകും ഇത് എന്നാണ് വിമർശനം അപ്പുറത്തുനിന്ന് വരുന്നത്. അങ്ങനെ കരുതാനുള്ള സ്കോപ്പുണ്ട്? അങ്ങനെ കരുതാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ അതുകൊണ്ടാണ് ഇതിനെ മനോരമയുടെ ഒരു അത് അത്ര വലിയ സാമ്പിളൊന്നുള്ള സർവേ അല്ലെങ്കിൽ പോലും അതിൽ വരുന്ന റിസൾട്ടുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയത്. കാരണം ഏതാണ്ട് ഒരു ഒപ്പം പോലെയാണ് ഈ 2 സർവേകളിലെയും. സർക്കാർ തുടരണമോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനം മോശമാണോ, സർക്കാരിൻ്റെ പ്രവർത്തനം എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വലിയ വ്യത്യാസം ഇത് രണ്ടിലും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല, ഇത് എൽ ഡി എഫ് ഘടകകക്ഷിയുടെ നേതാവിൻ്റെ പത്രമാണ് എങ്കിൽ പോലും അല്ലെങ്കിൽ ചാനലാണ് എങ്കിൽ പോലും
അവർക്ക് അവരുടെ ഒരു ക്രെഡിബിലിറ്റി ഒരു ഫാക്ടറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഇത് എല്ലാ സംഗതികളും മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സർവേ സംബന്ധിച്ച് വളരെ പ്രയാസമാണ്. നമുക്ക് ചില അറേഞ്ച്മെൻറ്റുകളൊക്കെ സാധ്യമാകും, ചില അറേഞ്ച്മെൻറ്റുകളൊക്കെ ചിലപ്പോൾ നടക്കുമായിരിക്കും, അത് നമുക്കറിയില്ല, അതൊക്കെ സാധ്യമാവുമായിരിക്കും. പക്ഷേ ഇത് ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ, ഇതെന്ന് വെച്ചാൽ 140 മണ്ഡലങ്ങളുണ്ട്, പല പല ഫാക്ടേഴ്സ് ഉണ്ട്, ഇതിനൊക്കെയുള്ള മറുപടികളുണ്ട്. ഇത് മുഴുവൻ കോറിലേറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ കോറിലേറ്റഡ് ആണ്, എല്ലാ കണക്കുകളും കോറിലേറ്റഡ് ആണ്. അത് അങ്ങനെ കോറിലേറ്റഡ് ആക്കാൻ പാകത്തിന് മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അത് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും ടൈറ്റായ ഒരു മത്സരത്തിലേക്കാണ് LDFും UDFും പോകുന്നത്. BJP എന്നത് പതിവ് പോലെ ചിത്രത്തിലില്ലാത്ത ഒരു പാർട്ടി തന്നെയാണ്. കൂടിപ്പോയാൽ ഒരു സീറ്റ് LDFിൽ നിന്നും ഒരു സീറ്റ് UDFിൽ നിന്നും അവർ പിടിച്ചെടുക്കും. ഇതാണ് ഈ സർവേ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ചിത്രം. ഒപ്പീനിയൻ പോൾസ് എത്രമാത്രം ശാസ്ത്രീയമാണ്, അത് യഥാർത്ഥത്തിലുള്ള ചിത്രം തന്നെയാണോ പുറത്തേക്ക് തരുന്നത്, ഇത്തരം ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ സംസാരിക്കുന്നത് ഇപ്പോൾ പുറത്തു വന്ന ഈ ഒപ്പീനിയൻ പോളിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതാണ് യാഥാർത്ഥ്യമെന്നോ അത് തന്നെയാണ് ശരിയെന്നോ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള വളരെ ശക്തമായ ഒരു മത്സരമാണ് നിയമസഭയിലേക്ക് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാം. മത്സര ചിത്രം തെളിയണം, സ്ഥാനാർത്ഥികൾ രംഗത്ത് വരണം, അപ്പോൾ കുറെ കൂടെ വ്യക്തത ഇതിന് വരും എന്ന് തന്നെ നമുക്ക് കരുതുകയും ചെയ്യാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.